നമസ്തേ. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ആളുകൾ, അതിനോടൊപ്പം തന്നെ ഞാൻ എന്തായിട്ടാണ് മാറുന്നത് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളാണിത്. ഞാൻ ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നവൻ ആ റിസൾട്ടിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവന് അവൻ്റെ കർമ്മത്തിനെ എൻജോയ് ചെയ്ത് അവൻ്റെ ശരിയായിട്ടുള്ള കർമ്മം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഞാൻ എന്തായിട്ട് മാറുന്നു എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റേത് ലോങ് ടൈം ഗോളുകളാണ് അവൻ ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ അവൻ എന്തായിട്ടാണ് മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവൻ കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അവന് അവൻ്റെ കുറവുകളും അല്ലെങ്കിൽ അവൻ്റെ കഴിവുകളും കണ്ടെത്താനും ആവശ്യമുള്ളത് തിരുത്താനും പരിപോഷിപ്പിക്കാനുമുള്ള ഒരു സ്കില്ല് അവന് ലഭിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് എന്ത് കിട്ടുമെന്നാണോ, ഞാൻ എന്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണോ? ഈ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തിന്റെ വികസിതമായിട്ടുള്ള ഒരു അവസ്ഥ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ ഉയരുകയാണ് എന്നുള്ളതിന്റെ അടുത്തൊരു സെറ്റ് ഓഫ് അടയാളങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ മാറി തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ചില അടയാളങ്ങളായിട്ടും നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ചേഞ്ചസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാം പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഊർജ്ജമാണ്. ഈ ഊർജ്ജം നശിപ്പിക്കപ്പെടുന്നില്ല. അതിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്താണ്, രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആത്യന്തികമായിട്ടുള്ള സത്യത്തിലേക്ക് അടുക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു പെർമനന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, എല്ലാത്തിനും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കൾക്കും ചെടിക്കും മരത്തിനും പുഴയ്ക്കും ഭൂമിക്കും ചന്ദ്രനും സൂര്യനും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഈ മാറ്റം എന്ന് പറയുന്ന ചേഞ്ച് എന്ന് പറയുന്ന സംഗതി മാത്രമാണ് ദ ഓൺലി പെർമനന്റ് തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. എത്ര മനോഹരമാണ് ഈ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. മാറ്റമാണ് സ്ഥിരമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോധമണ്ഡല വികാസം ഉണ്ടാവുകയും നമുക്ക് റിയാലിറ്റിയെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മളെന്ന മനുഷ്യന്റെ പഴയ മനുഷ്യന്റെ മാറ്റം പല സമയത്തും നമുക്ക് പല തലങ്ങളിലും മാറ്റം ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുൻപുള്ള ഞാൻ ആയിരിക്കില്ല ഇപ്പോഴുള്ള ഞാൻ. അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഓരോ വർഷവും ഇംപ്രൂവ് ചെയ്ത് വരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച എന്ന് പറയുന്നത്. ശരീരം മാത്രം വളർന്നു വയസ്സായി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമുക്ക് മാനസികമായിട്ട് എത്രമാത്രം പക്വത ആർജിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റി എത്രമാത്രം സ്ട്രോങ് ആയിട്ട് മാറുന്നുണ്ട്, നമുക്ക് സത്യത്തിനെ കാണുവാനും പറയുവാനും എത്രമാത്രം സാധിക്കുന്നുണ്ട്, നമുക്ക് എത്രമാത്രം ബൗണ്ടറി അല്ലെങ്കിൽ ഡിഫൻസ് എത്ര ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മുടെ ഊർജ്ജ വ്യവസ്ഥിതിയെ നമുക്ക് എത്രമാത്രം ആഴത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മുടെ ചക്ര സിസ്റ്റത്തിനെ കുറിച്ചും നമ്മുടെ ബോധമണ്ഡലത്തിനെ കുറിച്ചും എത്രമാത്രം നമുക്ക് അവയർനെസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെറിയ ചില ചോദ്യങ്ങൾ മാത്രമാണ് ഈ ബൃഹത്തായിട്ടുള്ള പ്രപഞ്ചത്തിലെ നമ്മളുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. മുൻപുണ്ടായിരുന്ന പല കാര്യങ്ങളിലും നമ്മളുടെ താല്പര്യം കുറയുന്നു. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ചില സമയത്ത് ചില ആളുകൾക്ക് ചിലപ്പോൾ ചില ദുശീലങ്ങൾ ഉണ്ടാകും, അതിൽ വളരെ താല്പര്യമുണ്ടാകും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ചില ആക്ടിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ചില ചെറിയ റിവാർഡ് കിട്ടിയിരുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചില ആളുകൾക്ക് സിനിമ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ബട്ട് പിന്നീട് അത് മാറി വന്നു. ചില ആളുകൾക്ക് മൊബൈലിൽ റീൽസ് കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, പക്ഷേ പിന്നീട് അത് മാറി വന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ ലക്ഷ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതായിട്ടുള്ള ചെറിയ ചെറിയ പല ആക്ടിവിറ്റീസും അവർ വളരെ സ്കാറ്റേഡ് ആയിട്ട് ഒരു എയിം ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് ഒക്കെ മാറി മാറി വരുന്നു. നമ്മൾ പുതിയതായിട്ടുള്ള ഹാബിറ്റ്സിലേക്ക് തിരിയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതായിട്ടുള്ള ഹാബിറ്റ്സിലേക്ക്. സോ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ പണ്ട് എൻജോയ് ചെയ്ത പണ്ടത്തെ നമ്മുടെ താല്പര്യങ്ങൾ മാറിയിട്ട് നമുക്ക് പുതിയതായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു വരികയാണ്. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ പൊടുന്നനെ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? അത് നമുക്ക് ഒരു കോളാണ്, സമയമായിരിക്കുന്നു എന്നുള്ളതാണ്, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സമയം. പല ആളുകൾക്കും ഒറ്റയ്ക്കിരിക്കുക എന്ന് പറയുന്നത് അസ്വസ്ഥതയുടെ ഒരു സോഴ്സ് ആയിട്ടാണ് പല ആളുകളും അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ മനഃശാസ്ത്ര മേഖലയിൽ ആയിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കൗമാരക്കാരും അല്ലെങ്കിൽ യുവാക്കളൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യം, അത് കൂടുതലും പെൺകുട്ടികളാണ് പറയുന്നത്. അതായത് അവൾക്ക് ഒരു കാമുകനുണ്ട്, അല്ലെങ്കിൽ മറ്റേ കുട്ടിക്ക് ഒരു കാമുകനുണ്ട്, എനിക്കാരുമില്ല എന്നുള്ളതൊരു ഇൻഫീരിയോറിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം
മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഏകാന്തതയെ വളരെ നെഗറ്റീവായിട്ട് കാണുകയാണ് എന്നുള്ളതാണ്. ബട്ട് ഞാൻ പറയുന്നു, പക്ഷേ ഈ ഏകാന്തതയെ നിങ്ങൾക്ക് എത്രമാത്രം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു അസ്വസ്ഥതയല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല ആളുകളും ചെന്ന് വീഴുന്നൊരു കുഴിയാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ കുഴി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ ഒരുക്കുന്നതായിട്ടുള്ള ട്രാപ്പ് അല്ലെങ്കിൽ വലയിൽ ചെന്ന് വീഴുകയാണ്. ഞാൻ പറയുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കുറഞ്ഞു വരും. നമുക്ക് ബോധമണ്ഡല വികാസത്തിലൂടെ സ്പിരിച്വൽ ഗ്രോത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ പ്രതികരിക്കുന്നതിന് മുൻപ് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പല മനുഷ്യരും ചെയ്യുന്നത് പ്രവർത്തിച്ചതിന് ശേഷമാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിച്ചതിന് ശേഷമാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ചിന്തിക്കുന്നതിന് ശേഷം പ്രവർത്തിക്കുന്നവനും അല്ലെങ്കിൽ പ്രവർത്തിച്ചതിന് ശേഷം ചിന്തിക്കുന്നവനും. ആരാണ് വിജയത്തിലേക്ക് പോവുക? തീർച്ചയായിട്ടും ചിന്തിച്ചതിന് ശേഷം ആക്ഷൻ ചെയ്തവനാണ് ആത്യന്തികമായിട്ട് വിജയത്തിലേക്ക് പോവുക. പ്രവർത്തിച്ചിട്ട് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള അബദ്ധങ്ങൾ അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ പിന്നീട് അവർക്ക് വിനയായിട്ട് വരും എന്നുള്ളതാണ്. ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സ്ട്രാറ്റജിക് ആൻഡ് കാമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ്. സോ മാറ്റം വരുന്ന സമയത്ത് നമ്മളുടെ വിജയത്തിന്റെ നിർവചനം തന്നെ മാറുകയാണ്. എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതല്ല, ഞാൻ എന്തായി തീർന്നു എന്നുള്ളത് ചോദ്യമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഉള്ളിലെ മാറ്റങ്ങളാണ് ആരംഭം എന്ന് പറയുന്നത്. പുറത്തുള്ള ലോകം ചിലപ്പോൾ അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർണമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള ഈ സന്ദേശം പ്രപഞ്ചം തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുന്നു. നമസ്തേ.